എല്ലാവർക്കും സൗമ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. റെസിപ്പിയുടെ പേര് എണ്ണൈ കത്തിരിക്ക കുഴമ്പ്. പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊരു തമിഴ് സ്റ്റൈല് റെസിപ്പിയാണ്. ഒരു തമിഴ് സ്റ്റൈല് വഴുതനങ്ങ കറിയാണ്. അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു കറിയാണ് വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് വളരെ ഫേമസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ ഞാൻ കാണിക്കാം. പിന്നെ സ്പെഷ്യൽ എന്നും കൂടിയും പറഞ്ഞത് ഇതെൻ്റെ 100ാമത്തെ വീഡിയോ പോസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ഫ്രഷ് എന്താ പറയുക ഫെർട്ടിലൈസറോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത വഴുതനങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് വഴുതനങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഈ വഴുതനങ്ങ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ വഴുതനങ്ങ ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ 4ആക്കി സ്ലിറ്റ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും ആ മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ 4ആക്കി സ്ലിറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് പാകത്തിന് ഇനി ആ കറിയിലൊക്കെ ആവശ്യം വരും അപ്പം നോക്കിയിട്ട് ഇടാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ വഴുതനങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറണം. അതൊരു ബ്രൗൺ കളറാവണം. എന്നാലാണ് ഉള്ളിലേക്കൊക്കെ വഴുതനങ്ങ നന്നായിട്ട് കുക്കാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വഴുതനങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഇതുപോലെ കളർ മാറി വരണം, നല്ല ബ്രൗൺ കളറാവണം. ഇത് കണ്ടില്ലേ? അപ്പോൾ വഴുതനങ്ങ ഇത്രയും നമുക്ക് കുക്ക് ചെയ്ത് എടുക്കണം. എന്നാലേ ആ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അത് കുക്കായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും റോസ്റ്റ് ആവണം. ഇനി അത് തനിയെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതേ കടായിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ കളറൊക്കെ നല്ല ബ്രൗൺ കളറാവണം. അപ്പോൾ അതുവരെ നമുക്ക് വറുക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരുവിധം ഒന്ന് കളറ് ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് നിലക്കടല വറുത്തത് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ എള്ള് പൊടിച്ചത് കൂടിയും ചേർക്കുക. എള്ള് പൊടിച്ചതില്ലെങ്കിൽ തേങ്ങ വറുക്കുന്ന ആ സമയത്ത് എള്ള് ഇട്ടാലും മതി. എന്നിട്ട് നമുക്ക് തേങ്ങ ഇത്രയും വറുക്കണം. ഇനി തനിയെ ഒന്ന് ചൂടാറാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. എന്നിട്ട് സെയിം അതേ കടായിൽ തന്നെ കുറച്ചും കൂടി എണ്ണ എക്സ്ട്രാ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി 3ഉം ഒന്നിച്ച് നന്നായിട്ട് വഴറ്റണം. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവാള യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. ഒരുവിധം ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. ആ തക്കാളി ഉടഞ്ഞ് വരണം, നല്ല മാഷായിട്ട് വരണം. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്, റെഡ് ചില്ലി പൗഡർ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ ഇത്രയും ഈ ഒരു ഇതിൽ വരും നമുക്കതെല്ലാം വഴറ്റിയത്. അത് തനിയെ എടുത്ത് വയ്ക്കാം. അപ്പോൾ തേങ്ങ വറുത്തതും ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ പിന്നെ ഒരു കടായിൽ എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ഇടുക, ഉണക്കമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് പൊട്ടിക്കുക. ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങയും ചെറിയ ഉള്ളിയും വറുത്ത് വെച്ച ആ പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. എണ്ണ ഒരുവിധം തെളിഞ്ഞ് വരണ വരെ വഴറ്റണം. കൈ എടുക്കാതെ നന്നായിട്ട് വഴറ്റുക, അടി പിടിക്കാതെ നോക്കണം. ഇതുപോലെ വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു പാകം വരെ വഴറ്റുക നന്നായിട്ട്.
എന്നിട്ട് ഒരു നാരങ്ങയുടെ അത്രയും വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് അതിൻ്റെ ആ എക്സ്ട്രാക്റ്റ് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അത് ഇളക്കാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് അതൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കിയാൽ മതി. ഇപ്പോൾ ദേ പുളി ഒഴിച്ചത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയ മിക്സിയിലെ തേങ്ങയൊക്കെ അരച്ച ഒരു പേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ മിക്സി കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. കുറച്ച് വെള്ളം മതി, അധികം വെള്ളം ഒഴിക്കണ്ട. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ വഴുതനങ്ങ വഴറ്റുമ്പോഴും അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ടിത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഒരു വിധത്തെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വഴറ്റി വെച്ചത് ഈ വഴുതനങ്ങ റോസ്റ്റ് ചെയ്ത് വെച്ച വഴുതനങ്ങ അതിലേക്ക് ഇടാം, ഈ ഗ്രേവിയിലേക്ക്. ഇതൊന്നൊന്നായിട്ട് ഇട്ടിട്ട് ആ ബാക്കിയുള്ള എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടിയും ഒന്ന് തിളപ്പിക്കാം. എന്നാലേ ആ വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ എണ്ണയും തെളിഞ്ഞ് വരും, നല്ല തിക്ക് മസാലയാക്കി നമുക്ക് കിട്ടും. ഇപ്പോൾ ദേ വഴുതനങ്ങ കറി, അതായത് എണ്ണ കത്തിരിക്ക കുഴമ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ സൈഡിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ ഞാനൊരു തേങ്ങാപ്പാൽ സാദം ഉണ്ടാക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഈ ബിരിയാണിയുടെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് എണ്ണ കത്തിരിക്ക സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care and bye-bye.